ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാതെ വാഗ്ദാനങ്ങൾ മാത്രം അവശേഷിപ്പിച്ച് മലയാളികളുടെ വയറ്റത്തടിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ്. ബജറ്റിൽ ഭൂനികുതി കുത്തനെ വർദ്ധിപ്പിച്ചു. ഭൂനികുതി സ്ലാബുകളിൽ 50% വർധനവ്. ഇങ്ങനെ ജനങ്ങളെ പിഴിയുന്നതിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിലും വൻ വർധനവാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% കൂട്ടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട്. വില അനുസരിച്ച് നികുതിയിൽ മാറ്റം വരുമെന്ന് പറയുന്നെങ്കിലും വർധനവാണ് ലക്ഷ്യം. ബാറ്ററി റെന്റിംഗ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അവയുടെ വിലയുടെ 10% നികുതി ഈടാക്കും. 20 ലക്ഷത്തിലധികം വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതി. 15 ലക്ഷത്തിലധികം വിലയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് വാഹന വിലയുടെ 8% നികുതി. 15 വർഷം പഴക്കമുള്ള ഇരുചക്ര, മുച്ചക്ര വാഹനങ്ങളുടെയും കാറുകളുടെയും നികുതി 50% ഉയർത്തും. ഇതിലൂടെ 50% അധിക വരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളുടെ നികുതിയും കുത്തനെ കൂട്ടി. നികുതി ഘടന ഏകീകരിച്ച് ലഘൂകരിക്കുമെന്നാണ് പുറമെ പറയുന്നതെങ്കിലും ഫലത്തിൽ ഇതിലും നികുതി വർധനവ് വരും. കോടതി വ്യവഹാരങ്ങൾ കിട്ടാക്കനിയാകുന്ന തരത്തിൽ കോടതി ഫീസും വർദ്ധിപ്പിച്ചു. 150 കോടി അധിക വരുമാനമാണ് പിണറായി സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നികുതി വെട്ടിക്കുന്ന ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടാൻ നിയമം ഉൾപ്പെടുത്തുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട്. സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ 1800 രൂപ വരെയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും ഉണ്ടായില്ല. VK മോഹൻ കമ്മിറ്റി ശുപാർശ അനുസരിച്ച് ഫീസുകൾ ഉയർത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് യാതൊരു പരിഗണനയുമില്ലാത്ത പൊള്ളയായ ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചിരുന്നു.